ചേട്ടാ എന്നാ മീശപ്പുലിമലയാണോ വീട്? എന്താണ് മീശ ഇങ്ങനെ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട് റോഡ് സൈഡില്. നിങ്ങൾക്ക് എന്താണ് വേണ്ടേ? അല്ല ഇത് കണ്ടോണ്ട് ഞാൻ എല്ലാരും കളിയാക്കാൻ വന്നാണോ? അല്ല എല്ലാരും ഒന്ന് കാണിച്ചു കൊടുക്കാൻ വന്നതാ. ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റി നിങ്ങൾക്കറിയോ? അല്ല അത് കണ്ടു. അല്ല അത് ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. അല്ല ഒന്നും പറഞ്ഞില്ലോ. ഇയാൾ അങ്ങനെ ചൂടാണ്ട് ഒന്നും ഇല്ല കേട്ടോ. പിള്ളേരെയാ സെക്യൂരിറ്റിയാന്ന് വെച്ചോ. ഇപ്പൊ ഡിസംബർ അല്ലേ? ഡിസംബർ ക്രിസ്മസ് പൂപ്പനായിട്ടൊന്നും നോക്കത്തില്ലായിരുന്നു. അത് ദേഷ്യപ്പെടുന്ന കളിയാക്കാൻ വരുവാ. അല്ല അപ്പൊ ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഇത് നമ്മുടെ വിനയൻ ചേട്ടനാണ്, രാമപുരം സ്കൂളിലെ സെക്യൂരിറ്റിയാണ്. ചേട്ടൻ്റെ ഈ മീശയൊക്കെ കണ്ടിട്ട് നമ്മൾ നിർത്തിയാണ്. പുള്ളി നമ്മൾ കാണുന്ന പോലെ ആളൊന്നും അല്ല കേട്ടോ. പുള്ളി വിനയനാണ്, പേരിൽ തന്നെ വിനയൻ എന്നാണ് പേര്. പിന്നെ അദ്ദേഹം പാട്ടൊക്കെ പാടും, ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. വ്യത്യസ്തനാമൊരു ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. തലവടിക്കുന്നോർക്കും തലവനാം ബാലൻ, എനിക്കൊരു ബാലൻ, ഇവനൊരു ബാലൻ. മീശ അപ്പൊ വെട്ടിയിട്ടേ ഇല്ല. വെട്ടിയിട്ടുണ്ട്. വെട്ടിയില്ലെങ്കിൽ ഇതിലും വലിയ ഭയങ്കരമായിരുന്നു. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു പടത്തിൽ ചെറിയൊരു വേഷം ചെയ്യാൻ കിട്ടി. ലാലേട്ടന്റെ കൂടി പൊലിമുരുകൻ എന്ന പടത്തിൽ ചെറിയൊരു വേഷം ചെയ്തു. അപ്പൊ അങ്ങനെ വന്നപ്പം കുറച്ചുകൂടെ ഇതായി. ലാലേട്ടനെ കാണാൻ വേണ്ടി ചേട്ടൻ ലാലേട്ടന്റെ കൂടെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ പുള്ളി കൂടെ ഉണ്ടായിരുന്നല്ലേ? പുള്ളി മീശ കണ്ടിട്ട് വല്ലതും പറഞ്ഞു? പുള്ളിക്ക് ഭയങ്കര ഹാപ്പി ആയി പോയി. പുള്ളി മീശ വീടിയുടെ ആളാ. പുള്ളി മീശ എങ്ങനെ കാണിച്ചിട്ട് മുളകുപാടത്തിന് വിളിച്ച് കാണിച്ചു കൊടുത്തു. നിർമ്മാതാവ് മുളകുപാടത്തിന് വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തു. പുള്ളിക്ക് ഭയങ്കര ഹരമായി. പിന്നെ സുരാജ് വെഞ്ഞാറമ്പള്ളി പിടിച്ചിട്ട് ഒറിജിനലാണോ എന്ന് ചോദിച്ചിങ്ങനെ വലിച്ചു നോക്കി. സിനിമാ മേഖലയിൽ ഇഷ്ടപ്പെടുന്ന ഒരു മീശയാണ്. അതെ അതെ. എത്ര വർഷമായി ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് മീശയുടെ ഈ രൂപത്തിലാക്കിയിട്ട് 20 വർഷമായി. 20 വർഷമായിട്ട് ചേട്ടൻ ഇത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. എന്റെ മോനെ അത് കൊള്ളാലോ. ഇവിടെ ഈ ചാമറ സ്കൂളിലെ പിള്ളേരൊക്കെ എന്നെ പറഞ്ഞാൽ പേടിക്കാറുണ്ട്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഹാപ്പിയാ. നമ്മളെ പിള്ളേരെ മീശ വിളിച്ച് കാണിക്കാറുണ്ടോ? ഇല്ല പിള്ളേർക്ക് നമ്മൾ വളരെ സോഷ്യലാ, എല്ലാം വളരെ സോഷ്യലായിട്ടാണ്. അതല്ലേ? അപ്പൊ അങ്ങനെ ഹാപ്പിയായിട്ട് പോകുന്നു. ഇവിടെ എവിടെ വീട് എവിടെയാ? കൂത്താട്ടുകുളം. കൂത്താട്ടുകുളത്താണ്. കൂത്താട്ടുകുളത്ത് എവിടെയാ പ്രോപ്പറാണ്? കൂത്താട്ടുകുളത്താണ് താമസിക്കുന്നത്. നാട്ടുകാരൊക്കെ സപ്പോർട്ടാണോ? എല്ലാവരും അതെ, പബ്ലിക് മുഴുവൻ നമുക്ക് സപ്പോർട്ടാണ്. ഈ ഒരു മീശ കണ്ടിട്ട് സെൽഫി എടുക്കാൻ ആരെങ്കിലും വന്നിട്ടുണ്ടോ? പിന്നെ ഇത്ര ഇഷ്ടം പേര്. അതല്ലേ? ഇപ്പൊ ഞാൻ തന്നെ വന്നല്ലോ അല്ലേ? നിങ്ങൾ പോകുന്നു പിറവം പള്ളിയിൽ ഞാൻ നിൽക്കുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ പിറവം പള്ളിയിൽ വന്നെടുത്തിട്ട് പോയിട്ടുണ്ട്. അതല്ലേ? ഇവിടെ ഇന്നാളെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇതിലെ പോയ 2 രാജസ്ഥാൻകാര് അവരെ ബൈക്കിൽ പോയിട്ട് ബൈക്കിൽ തിരിച്ചു വന്ന് ഫോട്ടോ എടുത്തിട്ട് പോയി. എന്തുകൊണ്ട് മീശ ഒരു അനുഗ്രഹമാണല്ലോ. അതെ അതെ, അതിനാണ് നമ്മുടെ ഒരു ദുഃഖം. ഇത് എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ? എനിക്കാണെങ്കിൽ മീശ പോലും ഇല്ല. മീശ ചെറുപ്പം മുതൽ നല്ല മീശയായിരുന്നു. അപ്പോൾ ഈ ഫീൽഡിലേക്ക് വന്നതിന് ശേഷം എനിക്ക് തോന്നി ഇത് കുറച്ചുകൂടെ ഗാംഭീര്യമായിട്ട് വെച്ചേക്കാൻ തോന്നി. അങ്ങനെ മീശ കുറെ ഗാംഭീര്യമായിട്ട് വെച്ചു. അപ്പോൾ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അപ്രോച്ച് എനിക്ക് ഇതിനകത്ത് കിട്ടി. അതുകൊണ്ട് ഞാൻ തുടർന്ന് ഇങ്ങനെ പോകുന്നു. വർഷമായിട്ട് ഇതാണ് വിനയന്റെ ലോഗോ അല്ലേ? ചാവറ ഇന്റർനാഷണൽ സ്കൂൾ അല്ലേ? മാനേജ്മെന്റ് ഒക്കെ എന്താ പറയുന്നത്? മാനേജ്മെന്റ് ഒക്കെ എല്ലാം നമുക്ക് ഫുൾ സപ്പോർട്ട്. ഈ സെക്യൂരിറ്റി ഫീൽഡുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഞാൻ എൻ്റെ മീശ ഇത്രയും ഗാംഭീര്യമായിട്ട് വളർത്താൻ തുടങ്ങിയത്. 27 വർഷമായി ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്നു. 27 വർഷമായിട്ട് ഞാൻ മീശ ഇങ്ങനെ കൈകാര്യം ചെയ്തു പോകുന്നു. ഇത് പബ്ലിക്കിനെ സംബന്ധിച്ച് ഭയങ്കര ഹരമാണ്. എൻ്റെ ഒരുപാട് ഫോട്ടോകളൊക്കെ പല സ്ഥലത്തും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് എത്താവുന്നതിൻ്റെ ഏറ്റവും ഉന്നതമായ ഇതിൽ ലാലേട്ടൻ്റെ കൂടെ ചെറിയൊരു വേഷം ചെയ്യാൻ പുലിമുരുകനകത്തൊരു അവസരം കിട്ടി. ഇനി ഒരു പടത്തിൽ കൂടി ഒരു ചാൻസ് കിട്ടിയാൽ കൊള്ളാം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിന്റെ പേരിലാണ് ഞാൻ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. ഡയറക്ടർമാരും ഷോർട്ട് ഫിലിം ചെയ്യുന്നവരും ഫിലിം ചെയ്യുന്നവരൊക്കെ ഇത് കാണുവാണ് ചേട്ടൻ ഒരു അവസരം കൊടുക്കുക. അതെ. ഞാൻ ചേട്ടന്റെ നമ്പർ വീഡിയോയുടെ താഴെ കൊടുക്കട്ടെ, വിളിക്കാൻ എളുപ്പമുണ്ടല്ലോ അല്ലേ? വിനയൻ ചേട്ടൻ രാമപുരം കൂത്താട്ടുകുളം അങ്ങനെ വെച്ച് അങ്ങ് വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തേക്കാം. ഞാൻ പൊക്കോട്ടെ. കൂത്താട്ടുകുളം വെച്ചാൽ ആദ്യം കോളറെ പിടിച്ച പോലെ പിടിക്കില്ല. ഞാൻ പൊക്കോട്ടെ. ശരി.